സാധാരണ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്ന വീഡിയോകളിൽ നിന്നുമൊക്കെ ഒരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. ആരോരുമില്ലാത്ത കുറേ അച്ഛനമ്മമാർ, അവരുടെ ലോകത്തേക്ക് നമുക്കൊന്ന് പോയാലോ? എന്റെ വീട്ടിൽ ആരുമില്ല. എനിക്ക് ഭർത്താവ് മരിച്ചുപോയി, മക്കളുമില്ല. വീട്ടിലാരുമില്ല. പിന്നെ എന്റെ രണ്ട് കാലം മാറ്റി വെച്ചേക്കുക. ഇവിടെ ഒന്നിനും ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് കഴിയുക. 2021 തൊട്ടാണ് ഇത് സ്നേഹാലയം എന്ന പേരിൽ കിടത്തി ചികിത്സ തുടങ്ങിയത്. അപ്പൊ ഇപ്പൊ തന്നെ 41 പേരുണ്ട്. അപ്പൊ ഇവരുടെ ദൈനംദിനം എന്ന് പറയുമ്പോൾ നമ്മൾ മെനു ചാർട്ട് വെച്ചുള്ള ആഹാരങ്ങളാണ് കൊടുക്കുന്നത്. കാരണം ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള അമ്മമാര്, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ള അവരെ സറണ്ടർ ചെയ്ത് കൊണ്ടുവരുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരുപാട് ആഹാര സാധനങ്ങൾ, അവരുടെ പോഷകം. പേഷ്യന്റ് എന്ന് പറയുമ്പോൾ അമ്മമാരായാലും അച്ഛന്മാരായാലും ഒരാഴ്ച കൊണ്ട് അവർ നന്നായി റിക്കവർ ചെയ്യുന്നു. അതിന് നമ്മുടെ സ്റ്റാഫ് അവരോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവരെ സംരക്ഷിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് ഒരു ഭാരിച്ച ചിലവാണ്. ഇപ്പൊ തന്നെ 41 പേരുണ്ട്. അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് നമുക്കിപ്പം ഫണ്ട് ഒരുപാട് അത്യാവശ്യമുള്ള സമയമാണ്. ഇവരെ ശുശ്രൂഷിക്കാനായിട്ട് 18ഓളം സ്റ്റാഫുണ്ട്. അപ്പം നേഴ്സുമാര് അവർ 5 പേരുണ്ട്. പിന്നെ കെയർ ടേക്കേഴ്സ് ഉണ്ട്. നമുക്ക് ഫണ്ടിന്റെ ഒരു അപര്യാപ്തത ഇപ്പോഴുണ്ട്. ഇപ്പൊ സുമനസ്സുകളുടെ സഹായം കൊണ്ടാണ് നമ്മളിപ്പോ മുന്നോട്ട് പോകുന്നത്. നമുക്കല്ലാത്ത വിദേശത്തു നിന്നുള്ള ഫണ്ടോ സർക്കാരിന്റെ ഫണ്ടോ അങ്ങനൊന്നും ഉള്ളതായിട്ട് നമുക്കില്ല. മാര്യേജ്, ജന്മദിനങ്ങള്, ആണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പം നമ്മളോടൊപ്പം ചേർന്ന് അവരിവിടെ ആഘോഷിക്കാൻ വരുന്നതാണ് നമ്മുടെ ഏക വരുമാന മാർഗം. ഇവിടുന്ന് എല്ലാം തരുന്നുണ്ട്, നല്ലപോലെ നോക്കുന്നുമുണ്ട്. പിന്നെ ആഹാരമൊക്കെ സമയത്ത് തരുന്നുണ്ട്. അസുഖബാധിതരും നിലാരംബരുമായ അനേകം അന്തേവാസികൾക്ക് സാന്ത്വനമായി മാറിയിരിക്കുന്ന ഒരു സ്ഥാപനമാണ് സ്നേഹാലയം. നമുക്കിവിടെ പേഷ്യന്റിനെ കൊണ്ടുവരുന്നുണ്ട്. നടക്കാത്ത അവസ്ഥയിൽ വന്ന പേഷ്യന്റുകളുണ്ട്. മുറിവുകൾ, ഉണങ്ങാത്ത മുറിവുകൾ, കാല് മുറിച്ച് കളയണമെന്ന് പറഞ്ഞ മുറിവുകൾ വരെ നമ്മളിവിടെ ഉണക്കി കൊടുത്തിട്ടുണ്ട്. തീരെ കിടപ്പായ രോഗികളെയാണ് നമ്മൾക്ക് ഇവിടെ കൊണ്ടുവരുന്നത്. മരുന്നിനാണെങ്കിലും ഭക്ഷണത്തിനാണെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മയുടെ വീട് എവിടെയാ? കുമ്പഴ. ആരൊക്കെയുണ്ട് വീട്ടില്? ആരും ഇല്ലയോ? ഉണ്ട്. ഇവിടെ വന്ന എന്താ എങ്ങനെയാണെന്ന് എനിക്ക് എന്നെ അറിയത്തില്ല. ഓർമ്മ വീഴുന്നപ്പോഴേ ഇവിടെ എല്ലാരും ഉണ്ടെങ്കിലും ആരും നോക്കാനില്ലായിരിക്കും അല്ലേ? ഇവിടെ സുഖമാണോ? ഇവിടെയോ? കല്യാണം കഴിച്ചല്ല. അല്ല, 12 വയസ്സിൽ വണ്ടി ഇടിച്ച് 2 കാര്യം ഒടിഞ്ഞതാ. അപ്പനും ഇല്ല, അമ്മയും ഇല്ല, സഹോദരങ്ങളും ഇല്ല. ആങ്ങളുടെ ഒരു മോളുണ്ടായിരുന്നു, അവിടെ കൂടെ താമസിച്ചുകൊണ്ട് അവളെ അവിടെ കൊണ്ടാക്കിയത്. നമുക്ക് നിലവിൽ ഇവിടെ 40 അന്തേവാസികളുണ്ട്. മൊത്തം അമ്മമാരെന്ന് പറഞ്ഞാൽ 26 പേരും അച്ഛന്മാര് 14 പേരും ഉണ്ട്. ഇവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് സാമ്പത്തികമായിട്ട്. അതുകൊണ്ട് മാക്സിമം ഈ വീഡിയോ എല്ലാവരും എത്തിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ സ്ഥാപനത്തെ സഹായിക്കുക. അച്ഛൻ ഇപ്പം ഡയാലിസിസ് ചെയ്യുന്നു. ആഴ്ച 3 ഡയാലിസിസ് ഉണ്ട്. നമ്മൾ ബേബേഴ്സ് ആശുപത്രി കൊണ്ടുപോയാൽ ചെയ്യുന്നത്. കിഡ്നി പ്രോബ്ലം ആയിട്ട് ഹൈപ്പർ ടെൻഷനുമായിട്ടാണ് വന്നത്. ഈ മാസമാണ് നമ്മൾ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അച്ഛനിവിടെ സുഖമാണ്, നോക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. സാറേ, സ്ഥാപനം ഇവിടെ വന്ന് കണ്ടിടത്തോളം നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് അവിടുത്തെ അന്തേവാസികൾ വളരെ നല്ല അഭിപ്രായത്തോടുകൂടി പറഞ്ഞു. എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞതിന് വളരെ നന്ദി. ഞങ്ങളുടെ സ്ഥാപനം ഇപ്പം 4 വർഷമായി സ്ഥാപനം എന്ന നിലയിൽ പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ 45 വരുന്ന കിടപ്പ് രോഗികൾ ആണ് ഞങ്ങളിവിടെ ശുശ്രൂഷിക്കുന്നത്. ഈ നാട്ടിലെ സുമനസ്സുകളായിട്ടുള്ള വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും എല്ലാം സഹകരണം ഞങ്ങൾക്ക് ലഭിക്കുന്നു. രോഗികളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഞങ്ങൾക്ക് ഭക്ഷണ ചെലവ്, അതുപോലെ തന്നെ കൂടുതൽ സ്റ്റാഫുകളെ വയ്ക്കേണ്ടതായി വരുന്നു. മറ്റ് ചിലവുകളെല്ലാം വർദ്ധിച്ചു വരുന്നു. ആഹാരത്തിൻ്റെ എല്ലാം ചിലവുകൾ വർദ്ധിച്ചു വരുന്നു. അപ്പം ഞങ്ങൾക്ക് ഒരു സ്ഥിരമായി ഒരു ഇൻകം ലഭിക്കുന്നില്ല. ഡൊണേഷൻ എന്ന നിലയിൽ കിട്ടുന്ന പൈസയാണ് ഞങ്ങളെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നത്. 700ഓളം വരുന്ന ഒരു കിടപ്പ് രോഗികളെ വീടുകളിൽ പോയി സന്ദർശിക്കുന്നുണ്ട്. നേഴ്സ് പോകുന്നുണ്ട്. അവർക്ക് ആവശ്യമായ ഉപകരണങ്ങളും മറ്റും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. നല്ല പിന്തുണ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിലും ആ പിന്തുണ മതിയാകാതെ വരുന്ന തരത്തിൽ ഇവിടെ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. അതുപോലെ തന്നെ ഈ മറ്റാവശ്യങ്ങളും വർദ്ധിച്ചു വരുന്നു. അത് എല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒന്നിച്ച് പോകാൻ വിജയിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. അതിന് എല്ലാവരും ഞങ്ങളെ സഹായിക്കണം, എല്ലാ തരത്തിലും സഹായിക്കണം. ഇവിടെ എങ്ങനെയുണ്ട് അച്ഛന്? കുഴപ്പമൊന്നുമില്ല. അച്ഛന്റെ വീട് എവിടെയാ? വീട്ടിൽ ആരും ഇല്ലേ?
നോക്കത്തില്ല. പടങ്ങളൊക്കെ ഒരുപാട് വരച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഇത് ഞാൻ ഇവിടെ കിടന്ന ഒരു അന്തേവാസി. ആ താഴെ കണ്ട അമ്മയുടെ അല്ലേ? ആ ഓക്കെ. ഇതെങ്ങനെ വരയ്ക്കുന്നത്? കൈ വയ്യത് ഈ കൈയായിരുന്നു നേരത്തെ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഈ കൈ വയ്യാത്തതുകൊണ്ട് ഇടത്തെ കൈ ഉണ്ട്. ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം കുടുംബത്തിന് വേണ്ടി ആയുസ് മുഴുവൻ ഹോമിച്ച അവസാനം ആരുമില്ലാത്ത അനാഥത്വത്തിലേക്ക് തള്ളിവിട്ട കുറേ ജീവിതങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അവരെ സഹായിക്കുവാൻ കഴിയുന്നത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാൻ കഴിയുന്നത്, അവർക്ക് ആവശ്യമുള്ള പരിചരണം നൽകുവാൻ കഴിയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സംതൃപ്തി നൽകുന്ന കാര്യമാണ്. വീടുകളിൽ നിന്ന് ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സാമ്പത്തിക ബാധ്യത വലിയ തോതിൽ ഞങ്ങളെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സുമനസ്സുകളായിട്ടുള്ള എല്ലാവരും ഈ ഒരു സംരംഭത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്ത് ഈ പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. EMS ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സ്നേഹാലയം എന്ന് പറയുന്നതായ ഈ സംരംഭം ഇവിടെ 4 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. ഇവിടുത്തെ കൂടുതലും കിടപ്പ് രോഗികളെയും മാനസിക വിഭ്രാന്തിയുള്ളവരെയും ഇവിടെ ശുശ്രൂഷിക്കുന്ന വലിയ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഇവിടെ നടക്കുന്നത്. വീട്ടിൽ നിന്ന് ഉപേക്ഷിച്ചവരും ആരെയും നോക്കാനില്ലാത്തവരെയും ഈ സ്നേഹാലയം കരുതലോടുകൂടി ഇവരെ ഇവിടെ നോക്കി അവർക്ക് വേണ്ടതായ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നു. ഞങ്ങളുടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ അംഗങ്ങളായ ഞങ്ങൾ ഇവിടെ വരികയും ഞങ്ങളിതിനെക്കുറിച്ച് മറ്റുള്ളവരോടൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ കാണുന്നവരും ഇതിനെക്കുറിച്ച് പങ്കുവെക്കണം, എല്ലാവരുടെയും മുന്നിൽ ഈ കാര്യങ്ങളെ എത്തിക്കണം. നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി ചെയ്ത് നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ഇവരുമായിട്ട് കൂട്ടിക്കെടുത്തുവാനായിട്ട് സാധിക്കും. ഇത് കാണുന്നവർ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, അവരെ കൂടി ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. കോന്നി എലിയറക്ക ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഈ EMS ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സ്നേഹാലയം നല്ല രൂപത്തിൽ വരുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. നമ്മുടെ സാന്ത്വന പരിചരണ രംഗത്ത് മാത്രമല്ല, മറ്റു ചില സാമൂഹിക രംഗത്തെ ഉത്തരവാദിത്വം കൂടി നിറവേറ്റുന്നുണ്ട്. സർക്കാരിൻ്റെ പദ്ധതിയായ നിർഭയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ സ്ഥാപനം ഒരു എൻട്രി ഹോം ഇവിടെ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ പോക്സോ കേസിലുമൊക്കെ ഉൾപ്പെട്ടു വരുന്ന കുട്ടികൾക്ക് താൽക്കാലിക അഭയം നൽകുന്ന കേന്ദ്രമാണ് ആ എൻട്രി ഹോം. മരണത്തിന് ശേഷം മൃതദേഹം പഠനാവശ്യങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറുള്ള 178 ആളുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 7-ലധികം ആളുകളുടെ മൃതശരീരം ഞങ്ങളിപ്പോൾ മെഡിക്കൽ കോളേജിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു കൂട്ടായ്മ ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ആ നിലയിൽ വിവിധ രംഗങ്ങളിൽ ഞങ്ങൾ സാമൂഹ്യപരമായിട്ടുള്ള പ്രവർത്തനം നടത്തുകയാണ്.